ഫ്ലൈ കോഡിംഗ് ചലഞ്ചിൻ്റെ 12ാമത്തെ ദിവസമാണെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വെബ്സൈറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്താ ചലഞ്ച് എന്നുള്ളതൊന്ന് പോയി നോക്കാം. ജസ്റ്റ് നമ്മുടെ വ്യൂ ചലഞ്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് 6 ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ആ അസറ്റ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് നേരെ VS കോഡിൽ ഓപ്പൺ ചെയ്തോളാം. അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അസറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പേജാണിത്, റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ലാൻഡിങ് പേജാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഓരോരോ സെക്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഹെഡറിൽ നിന്ന് തുടങ്ങാം. ഹെഡർ 3 സെക്ഷനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഹെഡർ ചെയ്യാം. ഹോം, മെനു, സർവീസ്, ഓഫേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് എന്തുണ്ട്, എൻഡിൽ ഒരു എ ഉണ്ട്. എ ടാഗിൻ്റെ ഉള്ളിൽ വരുന്നത് കോണ്ടാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ റാപ്പറിന് ഞാൻ എന്ത് ചെയ്യണം, ഹൈറ്റ് 90 പിക്സൽ കൊടുത്തു. അതേപോലെ ഫ്ലക്സ് ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ. ഓക്കെ, ആ പ്രോപ്പർട്ടീസ് കൊടുത്തു. ഇനി അതേപോലെ ലോഗോക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു വിഡ്ത്ത് 120 പിക്സൽ കൊടുക്കുകയാണ്. നമ്മുടെ ഫസ്റ്റത്തെ 3 എല്ലേക്ക് മാർജിൻ റൈറ്റ് 10 കൊടുത്തു. നെക്സ്റ്റ് നമ്മുടെ എ ടാഗിനൊക്കെ എന്ത് ചെയ്യണം, സ്റ്റൈൽ കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എ ടാഗിന് സ്റ്റൈൽ കൊടുക്കുകയാണ്. ക്ലാസ് ടെക്സ്റ്റ് 16 പിക്സൽ, ഫോണ്ട് നോർമൽ, ഓക്കെ, ഫോണ്ട് നോർമൽ. ഫസ്റ്റത്തെ എ ടാഗിന് മാത്രം എന്തുണ്ട്, കളർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ടെക്സ്റ്റ് നമ്മുടെ കളർ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ കളറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഗ്രീൻ കളർ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ആ ഒരു ഗ്രീൻ കളറും കൊടുത്തു. ഇനി നമ്മുടെ ഈ കോണ്ടാക്റ്റിന് കുറച്ചും കൂടി സ്റ്റൈലുണ്ട്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. അതിനുശേഷം PY to PX for BG നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു ഗ്രീൻ കളർ അവിടെ കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട്. പിന്നെ റൗണ്ടഡ് ഫുൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഹെഡർ ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ വൈറ്റ് കളറും കൂടി കൊടുക്കുക, ടെക്സ്റ്റ് വൈറ്റ്. ഓക്കെ, നമ്മുടെ ഈ UL-ന് എന്ത് ചെയ്യാനുണ്ട്, ഫ്ലെക്സ് ചെയ്യാനുണ്ട്. ഫ്ലെക്സ് ജസ്റ്റിഫൈ സെൻറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെഡർ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴത്തുള്ള പോർഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അടുത്ത സെക്ഷൻ ഡോട്ട് റാപ്പർ നമ്മുടെ ഡിസൈനിൽ നോക്കാം. ലെഫ്റ്റും റൈറ്റും ആണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റിൻ്റെ ഉള്ളിൽ div H1 ഉള്ളിൽ പറഞ്ഞിട്ടുള്ളത് ഡൈവ് ഇൻ ടു ഡെലൈറ്റസ് ഓഫ് ഡെലക്റ്റബിൾ ഫുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ കണ്ടന്റോട് കൊടുക്കാം.
നമ്മുടെ ഈ ഫുഡിന് വേറെ കളറാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, സ്പാനിൻ്റെ ഉള്ളിലാണ് ഫുഡ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ഡയറക്ട്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു ബ്രേക്ക്. അപ്പം ഞാൻ അവിടെ ഒരു BR ടാഗ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മുടെ ഒരു പാരഗ്രാഫ് വരുന്നുണ്ട്. അപ്പം ഞാൻ പേ ടാഗ് ചെയ്തതാണ്. അതിൻ്റെ ഉള്ളിൽ ലോറം 20 ഞാൻ ആ പാരഗ്രാഫ് അവിടെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു A ടാഗ് വരുന്നുണ്ട്. A ടാഗിൻ്റെ ഉള്ളിൽ ഓർഡർ നൗ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ റൈറ്റ് സെക്ഷൻ്റെ ഉള്ളിൽ വരുന്നത് ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ കൊടുക്കാം. ഞാനിവിടെ ക്ലാസ് PY20 നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. ഇനി റാപ്പറിനെ ഞാൻ ഫ്ലെക്സ് ചെയ്യാണ്. ജസ്റ്റിഫൈ ബിറ്റ്വീൻ ഐറ്റംസ് സെൻറ്റർ, ക്ലാസ് വിഡ്ത്ത് 48%. അതേപോലെ ഞാനിവിടെ ക്ലാസ് വിഡ്ത്ത് 48% കൊടുക്കുകയാണ്. അതേപോലെ പാഡിങ് 10 കൊടുത്തു. ഇമേജിന് ക്ലാസ് വിഡ്ത്ത് ഫുൾ കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മുടെ ഇമേജ് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. നമുക്ക് പാഡിങ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഈ PY ഇവിടെ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, ആ ഒരു ഇത് വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കണ്ടന്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ കൊടുക്കാം. H1 ടെക്സ്റ്റ് 56 പിക്സൽ, ഫോണ്ട് ബോൾഡ്, ലീഡിങ് ടൈറ്റ്. ഓക്കെ, ഇനി ഈ ഫുഡിൻ്റെ കളർ നമുക്ക് മാറ്റി കൊടുക്കാം. സ്പാനിൽ കയറിയിട്ട് ക്ലാസ് ടെക്സ്റ്റ് നമ്മുടെ ഈ ഒരു ഗ്രീൻ കളർ തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കളർ അവിടെ കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ H1 എന്ത് ചെയ്യാം, ഒരു മാർജിൻ ബോട്ടം 5 കൂടി കൊടുക്കാം. ഓക്കെ, കണ്ടസ്റ്റ് ഇറക്കി എഴുതുന്നുണ്ട്. ഇനി നമ്മുടെ പാരഗ്രാഫിന് ക്ലാസ് ടെക്സ്റ്റ് 16, ഫോണ്ട് നോർമൽ. അതേപോലെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇതാണ് നമ്മുടെ കളർ 555 എന്ന് വരുന്ന ഈ ഒരു കളറാണ് വരുന്നത്. ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു കളർ അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ ഒരു മാർജിൻ ബോട്ടം 10. ഇനി നമ്മുടെ ഓർഡർ നൗവിന് നമ്മുടെ ഈ സെയിം സ്റ്റൈലാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റൈൽ കോപ്പി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിലത്തെ സെക്ഷന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. അടുത്ത സെക്ഷൻ വരുന്നത് ഈ ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഒരു H3 ഉണ്ട്, പിന്നെ ഒരു H1 ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യാം, ഒരു കണ്ടെയ്നർ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഡിവ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആ സെക്ഷൻ്റെ ഉള്ളിൽ ഒരു H3യും ഒരു Pയും. കസ്റ്റമർ ഫേവറേറ്റ്സ്. പോപ്പുലർ കാറ്റഗറീസ്. നമ്മുടെ ഡിവിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 ഡിവായിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഡിവിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഡിവ്. ആ ഡിവിൻ്റെ ഉള്ളിൽ നമ്മുടെ ടോപ്പിൽ ഇമേജ് ഉണ്ട്. ഇമേജ് വരുന്ന ഒരു ഡിവിൻ്റെ ഉള്ളിൽ കൊടുക്കാം, കാരണം അതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഉണ്ട്. ഇമേജസിൻ്റെ ഉള്ളിൽ കാറ്റഗറി 1. അതുപോലെ
ആ ഡിവിൻ്റെ താഴത്തായിട്ട് ഒരു H3യും ഒരു സ്പാനോ പിയോ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യണം, H3 കാറ്റഗറിയുടെ പേര് മെയിൻ ഡിഷ്. ഡിഷസ് 86 ഡിഷസ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു 4 ഡിവാണ് നമുക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു 4 ഡിവ് ചെയ്താണ്. നമുക്ക് എന്ത് ചെയ്യാം, കണ്ടന്റ് ലാസ്റ്റ് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നോർമലായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ക്ലാസ് PY20 കൊടുത്തു, ടോപ്പിലും ബോട്ടത്തിലും 20 കൊടുത്തു. ഇനി ഞാൻ ഈ H3 എന്ത് ചെയ്യണം, സ്റ്റൈൽ ചെയ്യണം. ടെക്സ്റ്റ് 24 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്, ടെക്സ്റ്റ് സെൻറ്റർ, അതായത് സെൻറ്ററിലാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഇതിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്. ടെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു റെഡ് കളറാണ്, ഈ ഒരു കളറാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു കളറും കൂടി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ഇത്ര സൈസ് വേണമെന്നില്ല, ജസ്റ്റ് 18 കൊടുത്താലും മതി. ഇനി നമ്മുടെ H1 എന്ത് ചെയ്യുക, സ്റ്റൈൽ കൊടുക്കാം. ക്ലാസ് ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് ബോൾഡ്, മാർജിൻ ബോട്ടം 10. ഇവിടെ നമുക്കൊരു മാർജിൻ ബോട്ടം വേണം, മാർജിൻ ബോട്ടം 4. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ടെക്സ്റ്റിന് സെൻറ്ററിലോട്ട് കൊണ്ടുവരാനുണ്ട്. ടെക്സ്റ്റ് സെൻറ്റർ. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു കണ്ടന്റിനെ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ മെയിൻ ഡിവിന് എന്ത് ചെയ്യാണ്, ഗ്രിഡ് കൊടുക്കണം. അതേപോലെ ഗ്രിഡ് എത്ര കോളംസ് ഉണ്ട്, നമുക്ക് 4 കോളംസ് ഉണ്ട്, 4 എണ്ണമാണ് വരുന്നത്. പിന്നെ ആൾക്കിടയിൽ എന്തുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഗ്യാപ്പ് 5 കൊടുത്തു. നമ്മുടെ ഈ ഒരു ഡിവിന് ക്ലാസ് കോൾ സ്പാൻ 1, അതായത് ഒരു സ്പേസ് എടുത്തിട്ടാണ് നിൽക്കാൻ പറഞ്ഞത്. ഇനി അതേപോലെ ഓവറോൾ പാഡിങ് ഒരു 4 കൊടുത്തു. അതുപോലെ റൗണ്ടഡ് എക്സൽ കൊടുത്തു, ഒരു ഷാഡോ MDയും കൊടുത്തു. ഓക്കെ, ഇതാണ് ആ ഒരു സെറ്റായിട്ട് അവിടെ നിന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇമേജിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്കാം. ഞാൻ ഇമേജിൻ്റെ സൈസ് കുറക്കാൻ പോകുന്നു. ക്ലാസ് വിഡ്ത്ത് 100 പിക്സൽ കൊടുത്തു. എന്നിട്ട് ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ അത് സെൻറ്ററിലോട്ട് നോക്കും. അതേപോലെ ഇമേജിനെ സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ ഫ്ലക്സ് ജസ്റ്റിഫൈ സെൻറ്റർ. ക്ലാസ് വിഡ്ത്ത് ഫുള്ള്. ഓക്കെ, ഇനി ഇതിനെന്തുണ്ട്, ഒരു ഓവറോൾ പാഡിങ് ഒരു 3 ഉണ്ട്. അതേപോലെ അതിനെന്തുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. നമ്മുടെ ഈ ഒരു ലൈറ്റ് BG ആണ് വരുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, BG ആ ഒരു കളർ കൊടുത്തു. അതേപോലെ റൗണ്ടഡ് ഫുൾ കൊടുത്തു. ഓക്കെ, നമ്മുടെ റൗണ്ട് ഓക്കെ ആയിട്ടില്ല, പാഡിങ് ഒന്നുകൂടെ റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, നമുക്കത് റെഡിയാക്കാം. നമുക്ക് താഴത്തെ സെക്ഷനും കൂടി ഒന്ന് റെഡിയാക്കാം. അതേപോലെ നമ്മുടെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് സെൻറ്ററിലാണ് വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ടെക്സ്റ്റ് ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ
മാർജിൻ ടോപ്പ് 3, ടെക്സ്റ്റ് 14 പിക്സൽ, ഫോണ്ട് സെമി ബോൾഡ്. ഓക്കെ, അതുപോലെ മാർജിൻ ബോട്ടം 1. ഇനി നമ്മുടെ പീക്ക് ക്ലാസ് ടെക്സ്റ്റ് സെൻറ്റർ ടെക്സ്റ്റ് 12 പിക്സൽ, ടെക്സ്റ്റ് #5555. ഓക്കെ, ഇനി ഈ ഒരു സെയിം സ്റ്റൈലിൽ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ വരേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. ബാക്കിയുള്ള ഡിവുകളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ആദ്യമൊക്കെ ഒന്ന് 4 ഡിവ് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ സെക്ഷൻ മാത്രമാണ് റെഡി ആവാഞ്ഞത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഫിക്സ് ചെയ്യാം. PY6 PX5. ഓക്കെ ആയിട്ടുണ്ട്. അതായത് PY7ഉം PX4ഉം കൊടുത്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റൈല് ഞാൻ എന്ത് ചെയ്യണം, എല്ലാ P6നും മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സെക്ഷനും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ഹെഡർ, അതേപോലെ ഈ ഒരു സെക്ഷന്, പിന്നെ ഈ ഒരു കാറ്റഗറീസ്. ഇനി ബാക്കി വരുന്ന 3 സെക്ഷനും എന്ത് ചെയ്യാം, നമുക്ക് നാളത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം. ഓക്കെ, ബൈ.